Hello everyone, welcome to Shubha's Academy. Here we are going to learn class 9 maths chapter triangles. It's a very important chapter in grade 9. Okay? നമുക്ക് ആദ്യം triangles chapter ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. First of all, triangles എന്ന് വെച്ചാൽ എന്താണ്? This is simple closed figure, right? ഒരു ക്ലോസ് ആയിട്ടുള്ള ഫിഗർ ആണ് അല്ലേ? വിത്ത് എത്ര സൈഡ്സ് ഉണ്ടാവും? 3 സൈഡ്സ്. 1 2 3 സൈഡ്സ് ഉണ്ടാവും. അതേപോലെ എത്ര ആംഗിൾസ് ഉണ്ടാവും? 1 2 and 3 ആംഗിൾസ് ഉണ്ടാവും. അതേപോലെ 3 വെർട്ടീസസ് ഏതായിരിക്കും? ദിസ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾസ് എന്തായാലും നമ്മൾ നോക്കി, റൈറ്റ്? ഇനി ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ 7th ക്ലാസ്സിൽ പഠിച്ചൊന്ന് ബ്രഷപ്പ് ചെയ്യാണ്. സോ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? The sum of the angles of a triangle is equal to 180 degree. അല്ലേ? ഇപ്പോൾ സപ്പോസ് ഇത് വന്ന് x, y and z ആണ് വിചാരിച്ചു. സോ ആംഗിൾ x plus angle y plus angle z is equal to, always it will be 180 degree, right? ഓക്കെ, ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാം. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്താണ് നമ്മൾ നോക്കി, റൈറ്റ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾ സൈഡ്സ് ബേസ്ഡ് ഓൺ സൈഡ്സ് ആണ്. നമ്മളിപ്പോൾ ബേസ്ഡ് ഓൺ സൈഡ്സ് ആണ് നോക്കുന്നത്. ബേസ്ഡ് ഓൺ സൈഡ്സ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാ സൈഡും ഡിഫറെന്റ് ലെങ്ത് ആണ് വിചാരിക്കാം. ഓക്കെ, ഓൾ ദി സൈഡ്സ് ആർ ഓഫ് ഡിഫറെന്റ് ലെങ്ത് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്കെലിൻ ട്രയാങ്കിൾ, റൈറ്റ്? എല്ലാ സൈഡ്സും വേറെ ലെങ്ത് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്കെലിൻ ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഏതെങ്കിലും രണ്ട് സൈഡ് മാത്രം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? രണ്ട് സൈഡ് മാത്രം ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ. വാട്ട് ഈസ് ഇറ്റ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിലോ, അതായത് 1 2 3 മൂന്ന് സൈഡ്സും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാം കേട്ടോ. ആംഗിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ആംഗിൾസ് ആണെങ്കിൽ ഇപ്പോൾ ഇഫ് എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ലെസ് ആയിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് acute angle. What is it called? Acute angle. If it is, that is, the angle will be like this. Okay, iduvade vannu around ipo 30 degree okke aanengil that is acute angle aayirukkum. ini greater than 90 degree aanengilo, if it is greater than 90 degree then it is called what? Obtuse angle. Degree. Okay, and it is above 90 degree, right? So that is called obtuse angle, right? Next one, if it is 90 degree angle. Okay, if the angle is 90 degree, that is called right angle. That is, it will be 90 degree. Okay, ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് ട്രയാങ്കിൾസ്, ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് പഠിച്ചത്. അപ്പോൾ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ നോക്കി, റൈറ്റ്? ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് കോൺഗ്രൻസ്. കോൺഗ്രന്റ് ട്രയാങ്കിൾസ് വെച്ച് എന്താണ്? ട്രയാങ്കിൾസ് ഇല്ലാതെ ഇപ്പോൾ ഇനി 2 ഒബ്ജക്ട്സ് വിചാരിക്കുക. എപ്പോഴാണ് നമ്മൾ കോൺഗ്രന്റ് ആണെന്ന് പറയാ? രണ്ട് ഫിഗേഴ്സ് ഒബ്ജക്ട്സ് തന്നിട്ട് അത് കോൺഗ്രന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഈ എക്സാമ്പിൾ, ദിസ് ഈസ് എ സർക്കിൾ, റൈറ്റ്? ദിസ് ഈസ് അനദർ സർക്കിൾ. ഓക്കെ, ബോത്ത് ആർ സെഡ് ടു ബി കോൺഗ്രന്റ് ഇഫ് ദേ ആർ ഓഫ് ഈക്വൽ, അല്ലെ? ഇത് ഇതിന്റെ കോപ്പിയാണ്, ഇത് ഇതിന്റെ, അതായത് ഇഫ് യു ആർ ഓവർലാപ്പിംഗ് ഓൾ ദി ബോത്ത് ഓഫ് ദം ടുഗദർ, അത് രണ്ടും കറക്റ്റ് സൈസിലായിരിക്കും, അല്ലെ? സോ ദാറ്റ് ഈസ് കോൾഡ് കോൺഗ്രന്റ്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ട്രയാങ്കിൾ ആണെങ്കിലോ അതേപോലെ ട്രയാങ്കിൾ two triangles are said to be congruent if all the parts, എല്ലാ പാർട്സും, അതായത് ഇതിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്? നമുക്ക് സൈഡ്സ് ഒക്കെ പാർട്സ് ആണ്, അതേപോലെ ആംഗിൾസ്, ഇതൊക്കെയാണ് മെയിൻ പാർട്സ്, റൈറ്റ്? ഇഫ് ഓൾ ദ ആംഗിൾസ് ആൻഡ് സൈഡ്സ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ദേ ആർ സെഡ് ടു ബി കോൺഗ്രന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വേർഡ് യൂസ് ചെയ്യും. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? CPCT. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഉടനീളം ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് CPCT. ഓക്കെ,
This is called CPC. What is it called? Corresponding parts of congruent triangle. Okay, this is called corresponding parts of congruent triangles. അപ്പോൾ this is very very important ആണ്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ congruent triangles എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്രൈറ്റീരിയ ഫോർ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ്. അതായത് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ ചില റൂൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. Two triangles are said to be congruent if the sides and angles of one triangle is equal to the corresponding sides and angles of other triangle. Okay, of the other triangle. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്യുന്നത്. Okay, first one is SAS congruence rule. What is it? First one is SAS. Okay, SAS എന്ന് വെച്ചാൽ എന്താണ്? What is this rule? This is side angle side. What is it called? Side angle side. Okay, എന്താണ് സൈഡ് ആംഗിൾ സൈഡ് എന്ന് നോക്കാം. ട്രയാംഗിൾ ദാറ്റ് ഈസ് A, B and C. Okay, അതേപോലെ മറ്റു ട്രയാംഗിൾ വന്ന് PQR എന്ന് വിചാരിക്കാം. Okay, PQR and R. Okay, if sides of both ഈ സൈഡ്, ഇതിന്റെ ഈ സൈഡും ഈ ട്രയാംഗിൾ ഈ സൈഡും, ഓക്കെ, അതേപോലെ ഇതിന്റെ ഈ സൈഡും ഈ സൈഡും, ഓക്കെ, അതേപോലെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിളും ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യണം. SAS എന്ന് വെച്ചാൽ ഓക്കെ സൈഡ് ആംഗിൾ സൈഡ്, ഈ ട്രയാംഗിളിന്റെ സൈഡ്സും അതേപോലെ ഈ ട്രയാംഗിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സും അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ, ഈ സൈഡ്സിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിളും അതേപോലെ തന്നെ അടുത്ത ട്രയാംഗിളിന്റെ ഈ രണ്ട് സൈഡ്സിന്റെ നടുക്ക് വരുന്ന ആംഗിളും സെയിം ആണെങ്കിൽ ബോത്ത് ആർ സെഡ് ടു ബി കോൺഗ്രുവന്റ് ഓൺ SAS congruence rule. Okay, both are said to be congruent on SAS congruent rule. If two sides, ഈ ട്രയാംഗിളിലെ രണ്ട് സൈഡും അതുപോലെ ഈ ട്രയാംഗിളിലെ രണ്ട് സൈഡും, ഓക്കെ, if two sides and the included angle, കേട്ടോ, ഇതിന്റെ രണ്ടിലും ഇടയ്ക്കുള്ള ഈ ആംഗിളിലാണ് ഇൻക്ലൂഡഡ്, ബിറ്റ്വീൻ ദീസ് ടു സൈഡ്സിലുള്ള ആംഗിളാണ്, സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, if two sides and the included angle are equal to the two sides and included angle of the other triangle, both of them are said to be congruent by SAS congruence rule. Okay, next one we are going to see ASA congruence rule. നമ്മൾ പറഞ്ഞു SAS എന്ന് പറയുമ്പോൾ സൈഡ് ആംഗിൾ സൈഡ്, ഇവിടെ നോക്കി ASA. So what is it called? Angle side angle. Okay, this is the congruence rule. Angle side angle എന്ന് വെച്ചാൽ if this is a triangle XYZ, okay, and this is LMN. Okay, if the angle side angle എന്ന് വെച്ചാൽ ഈ ട്രയാംഗിളിന്റെ ആംഗിൾ 1 അതേപോലെ കറസ്പോണ്ടിങ് ആംഗിൾ ഹിയർ, ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ആംഗിൾ ഇതും, ഓക്കെ. ആംഗിൾ സൈഡ് ആംഗിൾ മീൻസ് ഇഫ് ടു ആംഗിൾസ് ആൻഡ് ദി ഇൻക്ലൂഡഡ് സൈഡ്, കണ്ടോ, രണ്ട് ആംഗിൾസും അതിന്റെ ഇൻക്ലൂഡഡ് സൈഡ്, ഓക്കെ, ദിസ് വൺ ഓഫ് വൺ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ദി corresponding angles and this included side of the other triangle, both of them are said to be congruent. This is okay, ഈ രണ്ടായ ട്രയാംഗിളും ASA റൂൾ വഴി കോൺഗ്രുവന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ആംഗിളും അതിന്റെ ഇൻക്ലൂഡഡ് സൈഡും അതേപോലെ മറ്റേ ട്രയാംഗിളിന്റെ ആംഗിൾസും ഇൻക്ലൂഡഡ് സൈഡും സെയിം ആണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ASA നോക്കി. നെക്സ്റ്റ് വൺ AAS. ഓക്കെ, AAS എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾ സൈഡ് നോക്കാം. ഇതൊരു AB and C. This is PQR. ഓക്കെ, ഇപ്പോ ദ ആംഗിൾ, ഈ ആംഗിളും അതേപോലെ ഈ ട്രയാംഗിളിലെ ഈ ആംഗിളും, ഓക്കെ, ആൻഡ് ഈ ട്രയാംഗിളിൽ ഇപ്പൊ ഈ ആംഗിളും ഈ ട്രയാംഗിളിന്റെ ഈ ആംഗിളും ഈക്വൽ ആണ്. AAS മീൻസ് ഇവരുടെ രണ്ടുപേരും നടുക്കുള്ള ആംഗിൾ സൈഡല്ല നമ്മൾ എടുക്കേണ്ടത്, ആൻഡ് ദി നോട്ട് ഇൻക്ലൂഡഡ് സൈഡ് ഓഫ് ദി അതർ ട്രയാംഗിൾ. ഓക്കെ,
അതായത് two triangles are congruent if any two pairs of angles and one pair of non-included sides, that is very important, non-included side ആണ് ഇവിടെ വരുന്നത്. One side of one triangle are equal to the other triangle also, corresponding parts of the other triangle also, then both are said to be congruent by AAS congruence rule. Okay, so this is very important. Non-included side ആണ് നമ്മളിവിടെ, അതുകൊണ്ടാണ് AAS ആണെങ്കിൽ നടുവിൽ വരുന്ന സൈഡ് ആയിരിക്കും, AAS ആണെങ്കിൽ രണ്ട് ആംഗിളും ഇൻക്ലൂഡഡ് അല്ലാത്ത സൈഡ്. ഓക്കെ, ഇതർ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, എങ്ങനെ വേണമെങ്കിലും ആകാം. ഓക്കെ, AAS നോക്കി. നെക്സ്റ്റ് വൺ നമ്മൾ are going to see SSS. SSS means side. ഓക്കെ, അതായത് ഇതിന്റെ ഈ സൈഡ്സ്, അതേപോലെ ഇതിലെ ഈ സൈഡും, ഇതിന്റെ ഈ സൈഡും, അതേപോലെ ഈ സൈഡും, അതേപോലെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡും ഇതിന്റെ മൂന്നാമത്തെ സൈഡും രണ്ടുപേരും ഇതാണെങ്കിൽ triangle ABC is congruent to triangle XYZ by SSS congruence rule. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. SSS, if three sides of one triangle are equal to the corresponding three sides of the other triangle, then they are congruent by SSS congruence rule. SSS in next one RHS ആണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ RHS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താണ്? റൈറ്റ് ആംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ, അതായത് റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. ദെൻ സൈഡ്. ഓക്കെ, സൈഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡ്, ഒന്നുകിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ. അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിളും ഇതേപോലെ കറസ്പോണ്ടിങ് പാർട്സ് ചെയ്യുകയാണെങ്കിൽ വി യൂസ് RHS congruence rule. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുന്ന എന്തുകൊണ്ട് ഞാൻ ഇത് തിരിച്ചു വരച്ചിരിക്കുന്നു അല്ലേ? ഇപ്പൊ ഈ ഈ സൈഡില് ഈ ചാപ്റ്ററിൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേപോലെ പാർട്സും ആംഗിൾസും സൈഡ്സും ഒക്കെ ഈക്വലായിരിക്കണം. പക്ഷെ അതേ രീതി തന്നെ അപ്പുറത്ത് ഉണ്ടാവണമെന്നില്ല. സോ യു ഹാവ് ടു തിങ്ക്, നമ്മൾ ആ രീതിയിൽ തിങ്ക്. രണ്ട് ആംഗിൾ ഈ സൈഡ്സും ആംഗിൾസും തരുമ്പോൾ ഇതിന്റെ തിഞ്ചാണ് ഇരിക്കുന്നെങ്കിലും അതിന്റെ റിലേറ്റ് അതേപോലെ കറസ്പോണ്ടിങ് ഇത് തന്നെയാണ്, ആംഗിൾസും സൈഡ്സുമാണ്. ഇപ്പൊ സപ്പോസ് ഉൾട്ടായിട്ട് ഇരുന്നാലും കറസ്പോണ്ടിങ് ആംഗിൾസും ഇതിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കോൺഗ്രൻസ് റൂൾസ് അപ്ലൈ ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നമ്മളത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ ടു റൈറ്റ് ട്രയാങ്കിൾസ്, ദ ഹൈപ്പോട്ടന്യൂസ് ആൻഡ് എനി വൺ സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ are equal to the hypotenuse and side of another triangle, then the two triangles are congruent. Okay, ഇവിടെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ABC is congruent to ട്രയാങ്കിൾ ഏതാണ്? എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ദിസ് വൺ ആണ്, P. ട്രയാങ്കിൾ P, ബിക്ക് വന്ന് Q ആണ്, Q, and C ക്ക് വന്ന് R. Okay, then they both are said to be congruent by RHS congruence rule. Okay, നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാം. റൈറ്റ്, നെക്സ്റ്റ് വൺ അതർ പ്രോപ്പർട്ടീസ്. ഇനി ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കും. സം അതർ പ്രോപ്പർട്ടീസ് ആണ്, ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് കൂടെ ഉണ്ട് ഇതിൽ അറിഞ്ഞിരിക്കാൻ. ഇത് പറഞ്ഞാണ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. എന്താണ് രണ്ട് ഐസോസിലസ് ട്രയാങ്കിൾ? നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ് വരയ്ക്കുക. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് ആംഗിൾ. ആൻഡ് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് ആംഗിൾ. റൈറ്റ്, അപ്പോ ഹിയർ ഇൻ ട്രയാങ്കിൾ AB is equal to AC, then angle AB ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ C. ആംഗിൾ C is equal to angle B. ഓക്കെ, ഇതാണ് ഇത് ഓർത്തിരിക്കേണ്ട ഒരു റൂള്. അതേപോലെ ഇപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്പോസ് ഈ സൈഡും ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നിന്ന് പറഞ്ഞ ദിസ് വൺ. ഓക്കെ, ആംഗിൾ ആറും അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഇതാണ് ദിസ് വൺ. റൈറ്റ്,
if QR is equal to QP, then what? The opposite angle is QR. QR in the opposite side is angle P. Angle P is equal to angle R. Okay. This is an important rule. Okay. Angles opposite to equal sides of an isosceles triangle are equal. Two sides equal ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആക്കി പഠിച്ചു. അതേ അതിന്റെ ഒരു കോൺവേഴ്സ് റൂളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സൈഡ്സ് ഓപ്പോസിറ്റ്, അതായത് രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ആംഗിളും സെയിം ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് രണ്ടും ട്രയാങ്കിൾ സെയിം ആണെങ്കിൽ ഇപ്പൊ എ ബി ആൻഡ് സി, ദ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ്, ഈ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ദിസ് വൺ. അതേപോലെ ഇതിന്റെ സൈഡ് ഏതാണ്? ദിസ് വൺ. ഓക്കെ, ദാറ്റ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ഇഫ് angle B is equal to angle C, then AB is equal to AC. Okay, this is also one important rule in this chapter. Okay, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പഠിച്ചു SAS, ASA, AAS, SSS, RHS. SSS എന്ന റൂൾ വന്നല്ലോ. സോ എന്തുകൊണ്ട് SSS റൂൾ നമ്മൾ നോക്കി, സൈഡ് സെയിം ആയിരിക്കും എന്നുള്ളത്. എന്തുകൊണ്ട് എ വരാൻ പാടില്ല അല്ലെ നമ്മൾ വിചാരിക്കും, റൈറ്റ്? എന്തുകൊണ്ട് ഇത് വരാൻ വന്നില്ല, ഇതൊന്നും കണ്ടില്ലല്ലോ അല്ലെ? യു വിൽ മേ തിങ്ക്, റൈറ്റ്? അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ 1, അതായത് 1 3 വേറെ ആംഗിൾസ് ആണ് വിചാരിച്ചോ. ഓക്കെ, 3 വേറെ ആംഗിൾസ് ആണ്. ഇതേപോലെ എനിക്ക് ഇതേ ആംഗിളിൽ വെച്ച് തന്നെ ചെറിയ ആംഗിൾ വരയ്ക്കാൻ പാടില്ല. ഇതേ ആംഗിൾ ഇപ്പോ ഏതെങ്കിലും ആക്യൂട്ട് ആംഗിൾ വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇതേ ആംഗിളിൽ തന്നെ എനിക്ക് ഇതിൽ വരയ്ക്കാം. അതേപോലെ തന്നെ ഇതേ ആംഗിളിൽ തന്നെ എനിക്ക് ഇവിടെ വരയ്ക്കാം. ആൻഡ് സെയിം ആംഗിളിൽ എനിക്ക് ഇവിടെ വരയ്ക്കാം. പക്ഷെ ഇങ്ങനെ വന്നുകൊണ്ട് വി കനോട്ട് സേ ദാറ്റ് ബോത്ത് ആർ കോൺഗ്രുവന്റ്. വൈ? ഈ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താവും? ദേ വോണ്ട് ബി ഈക്വൽ ആയിട്ടില്ല അല്ലെ? ദേ ആർ നോട്ട് ഈക്വൽ. എന്തുകൊണ്ട്? ലെങ്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, ആംഗിൾ സെയിം ആണെങ്കിൽ. സോ ദിസ് കോൺഗ്രുവൻസ് ഈസ് നോട്ട് പോസിബിൾ. ആംഗിൾ ഒരിക്കലും പോസിബിൾ അല്ല. ആംഗിൾസ് ഇത് പഠിച്ചിട്ടുണ്ട്, 7th പഠിച്ചിട്ടുണ്ട്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അതേപോലെ വാട്ട് ഈസ് ഇറ്റ്? ആംഗിൾസ് മെയ്ഡ് ബൈ ട്രാൻസ്വേഴ്സ് ആംഗിൾസ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ആംഗിൾസ് മെയ്ഡ് ബൈ ട്രാൻസ്വേഴ്സൽ എന്ന് വെച്ചാൽ ഇപ്പോ 2 ലൈൻ പാസ് ആകുമ്പോൾ 2 പാരലൽ ലൈൻസ്, ദീസ് ആർ പാരലൽ ലൈൻസ്, ഇതിനെ കട്ടാവുന്ന ലൈനാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ആവുന്ന ആംഗിൾസിന്റെ ടൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. അടുത്ത വീഡിയോ കാണാം. അതുവരെ എൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക്, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ. ആൻഡ് ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ.